Hi all, welcome to Competitive Cracker. നമുക്കറിയാം LPSA, UPSAയുടെ NCA എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പൊതുവെ കോമ്പറ്റീഷൻ കുറവാണ്, പക്ഷേ എന്നാലും കുറേ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് അതിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LPSA NCA എക്സാമിൻ്റെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു യൂട്യൂബ് ലൈവ് ഉണ്ടായിരുന്നു അല്ലേ? LPSA എഴുതുന്നവർക്ക് വേണ്ടിയിട്ടൊരു മാരത്തോൺ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ നമ്മുടെ റിസൾട്ട് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ LPSA NCAയ്ക്കും അതല്ലാതെ തന്നെ നമ്മൾ കഴിഞ്ഞ LPSA UPSA ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ അതിലിപ്പോൾ തന്നെ എന്താണ് 1000-ന് മുകളിൽ 1500-നടുത്ത് കുട്ടികൾ എന്തുണ്ടായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. കുറേ പേരിപ്പോൾ ജോലിക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം LPSA UPSA പോലുള്ളത് കുറേ പോസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. NCA LPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? എന്താണ് ഒരു സംഖ്യയുടെ 5 മടങ്ങ്? അപ്പം നമുക്ക് സംഖ്യ അറിയില്ല, ഒരു സംഖ്യ എന്നാണ് പറഞ്ഞത് അല്ലേ? ആ സംഖ്യ നമുക്ക് എന്തെടുക്കാം? X എന്നെടുക്കാം. പിന്നെ എന്താണ് ഒരു സംഖ്യയുടെ 5 മടങ്ങ്? അപ്പം 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5x. 5x എന്തിന് തുല്യമാണ്? ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ ഏത് സംഖ്യയേക്കാൾ? X എന്ന സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ Xനേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയാണ് സംഖ്യയുടെ 3 മടങ്ങിന് തുല്യം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മളോട് ആ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. 5x = 3x. ഉള്ളിലേക്ക് ഗുണിക്കുക. 3 × x 3x വരും. 3 × 4 എത്രയാണ്? 12 വരും. ഓക്കെ, അതിൽ നിന്ന് എക്സിൻ്റെ ടേമൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവരിക. അപ്പോൾ 5x - 3x = 12 എന്ന് കിട്ടും. 5x നിന്ന് 3x കുറച്ച് എത്രയാണ്? 2x ആണ്. 2x = 12 വരും. എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 12/2 6 എന്ന് കിട്ടും. എത്രയാണ്? 12/2. ഓപ്ഷൻ എ ആണ്, 6 ആണ് വരുന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണെന്നും 5നേക്കാൾ ആ സംഖ്യയേക്കാൾ 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ x + 4 ആണെന്നും അങ്ങനെയുള്ള ഐഡിയകളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം. ഒരു TV കമ്പനി ഒരു പ്രത്യേക ഇനം TVയുടെ വില വർഷം തോറും 5% വില കുറയ്ക്കുന്നു. TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ TVയുടെ വില എന്തായിരിക്കും? TVയുടെ വില എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്താണ് ഒരു TV കമ്പനി ഒരു പ്രത്യേക തരം TVയുടെ വില വർഷം തോറും 5% കുറയ്ക്കും. ഇപ്പം TVയുടെ വില എത്രയാണ്? 8000 ആണ് അല്ലേ? അതെന്ത് ചെയ്യും? ആ 8000-ന്റെ 5% കുറയ്ക്കും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 8000-ന്റെ 5% കണ്ടുപിടിക്കുക. അപ്പോൾ 0 ഉം 0 ഉം ക്യാൻസൽ ചെയ്തു. ഇവിടെ 8 × 5 40 400 കിട്ടും. അപ്പോൾ എത്ര രൂപയാണ് കുറയ്ക്കുന്നത്? ആദ്യം 8000 രൂപയായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എത്ര രൂപയായത്? 8000-ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 400 കുറയ്ക്കുക അല്ലേ? 5% എന്ന് പറഞ്ഞാൽ 400 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 7600 കിട്ടും അല്ലേ? അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 5% കുറച്ചു. 7600 രൂപയായി എന്തിൻ്റെ വില? TVയുടെ വില. ഇനി എന്താണ്? 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ അടുത്ത കൊല്ലവും എന്ത് ചെയ്യും? 7600 രൂപയാണ് അടുത്ത കൊല്ലമായപ്പോൾ TVയുടെ വില. അതിൻ്റെ 5% കുറയ്ക്കും അല്ലേ? അപ്പോൾ 7500-ന്റെ എന്ത് കണ്ടുപിടിക്കുക? 5% കണ്ടുപിടിക്കുക. 6 × 5 30 വരും. 7 × 5 35 38 വരും അല്ലേ? അപ്പോൾ എത്ര രൂപ കുറയ്ക്കുന്നു? 380 രൂപ. 7600-ന്റെ 5% എന്ന് പറഞ്ഞാൽ 380 ആണ്. അപ്പോൾ 7600-ൽ നിന്ന് 380 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 10-ന്ന് 2 കുറച്ചാൽ 8. ഇവിടെ 5 വരും. 5-ന്ന് 3 കുറച്ചാൽ 2. 7220 രൂപയായിരിക്കും എന്ത്? 2 വർഷം കഴിഞ്ഞാൽ TVയുടെ വില. ക്ലിയർ ആയോ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 8000-ന്റെ 5% കാണുക. അപ്പോൾ TVയുടെ വില കുറയ്ക്കുകയാണ് അല്ലേ? അപ്പോൾ 5%-ന്റെ ആൻസർ നമുക്ക് 400 എന്ന് കിട്ടി. അപ്പോൾ 8000-ൽ നിന്ന് 400 കുറയ്ക്കുക. അപ്പോൾ 7600 കിട്ടി. അടുത്ത വർഷവും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ 5% കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 5% നമുക്ക് 380 കിട്ടി. അപ്പോൾ 7600-ൽ നിന്ന് 380 മൈനസ് ചെയ്താൽ നമ്മുടെ ആൻസർ 7220 എന്ന് വരും.
ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സംഖ്യ ഏതായിരിക്കുമെന്നാണ്. 2, 5, 9, 19, 37. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ റിലേഷൻ നോക്കാം. ആദ്യത്തെ സംഖ്യ 2 അല്ലേ, 2നോട് 2 ഗുണിച്ചു, അപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. 4 + 1 നമ്മുടെ ആൻസർ 5 വന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് 5 നമ്മുടെ സംഖ്യ. 5നോട് 2 ഗുണിക്കുന്നു, എന്നിട്ട് 5 ഇൻറ്റു നമുക്ക് 9 കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 2 10 -1 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. ഇനി ആൾട്ടർനേറ്റീവായിട്ട് +1 -1 ആഡ് ചെയ്ത് പോവാണ്. അടുത്ത നമ്മളെ സംഖ്യ 9 അല്ലേ. 9നോട് 2 ഗുണിച്ചു, അത് കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? +1 ആഡ് ചെയ്യുക അല്ലേ. 9 ഇൻറ്റു 2 18, 18 + 1 19. ഓക്കെ, അടുത്ത സംഖ്യ 19 ഇൻറ്റു 2 -1 വരും അല്ലേ. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് വരും. അപ്പോൾ 38 - 1 എത്രയാണ്? 37 വരും. ഇനി അടുത്തത് എന്തായിരിക്കും? 37 ഇൻറ്റു 2 +1 വരും അല്ലേ. 37ഉം 2ഉം എത്രയാണ്? 74. 74 + 1 75 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 1.44 1.44ൻ്റെ വർഗ്ഗമൂലം എന്താണ് എന്നാണ്. അതായത് √1.44 നമ്മളോട് ചോദിച്ചത്. അതായത് ഇത്രേ ഉള്ളൂ, 2 സംഖ്യകൾ തമ്മിൽ കൂടിച്ചാൽ 1.44 കിട്ടണം. അതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ ഒരു സംഖ്യ ഗുണിച്ച് നോക്കിയാൽ 0.12 ഇൻറ്റു 0.12. അപ്പം അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പം നമ്മൾ എങ്ങനെയാണ് പോയിൻ്റുള്ള സംഖ്യകൾ നമ്മൾ ഗുണിക്കുക? പോയിൻ്റുള്ള സംഖ്യകൾ നമുക്ക് 0.12 ഇൻറ്റു 0.12 ഗുണിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഗുണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പോയിൻ്റ് ഒഴിവാക്കി ഗുണിക്കും. പോയിൻ്റ് ഒഴിവാക്കി 12 ഇൻറ്റു 12 ഗുണിക്കും, 144 കിട്ടും അല്ലേ. ഇനി നമ്മൾ ആൻസറിൽ വരുന്ന സമയത്ത് നമുക്ക് പോയിൻ്റാണ് വേണ്ടത്. ഇവിടെയും 2 സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഉണ്ട്, ഇവിടെയും 2 സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എത്ര സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് വരണം? 4 സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് വരണം അല്ലേ. അപ്പോൾ 1, 2, 3, 4 സ്ഥാനം നീക്കി പോയിൻ്റ് ഇടും. അപ്പോൾ ഇത് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? 1.44 കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതല്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം, 1.2 ഇൻറ്റു 1.2. ഇതിനെ നമ്മൾ പോയിൻ്റ് ഒഴിവാക്കി ഗുണിക്കുക, അപ്പം നമുക്ക് 144 കിട്ടും. ഇനി എത്ര സ്ഥാനം നീക്കി പോയിൻ്റ് ഇടണം? ഇവിടെ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഉണ്ട്, ഇവിടെയും ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ 2 സ്ഥാനം നീക്കിയിട്ട് വേണം പോയിൻ്റ് വരാൻ. അപ്പോൾ ഈ 4ഉം കഴിഞ്ഞിട്ട് ഇവിടെ പോയിൻ്റ് വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി ആണ്, 1.2. അതേപോലെ നിങ്ങൾ ഫസ്റ്റ് നമ്മളത് ചെയ്ത പോലെ എന്ത് ചെയ്യുക? ഈ ബാക്കി 2 എണ്ണം ഒന്ന് ഗുണിച്ചിട്ട് അതിൻ്റെ ആൻസർ എത്രയായിരിക്കും ഒന്ന് ചെയ്ത് നോക്കുക. പോയിൻ്റുള്ള സംഖ്യകളാണ്, അത് ഗുണിക്കുമ്പം അത്രയും സ്ഥാനം നീക്കിയിട്ട്. ഓക്കെ, ഇത് 0.012 ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ് വരിക എന്ന് നോക്കുക. അതേപോലെ തന്നെ ഇവിടെ 4 സ്ഥാനം നീക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസറിൽ 8 സ്ഥാനം നീക്കിയിട്ട് വേണം പോയിൻ്റ് വരാൻ. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യുക? അത് ചെയ്ത പോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എത്ര ആൻസർ കിട്ടുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1.2. അടുത്ത ചോദ്യം, സമയം 8:15 ആകുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്രയാണ്? 8:15 അല്ലേ. നമുക്കറിയാം കോണളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 30 ഇൻറ്റു h മൈനസ് 11/2 ഇൻറ്റു m അല്ലേ. അപ്പോൾ 30 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന 8, 30 ഇൻറ്റു 8 മൈനസ് 11/2 ഇൻറ്റു എത്ര വരും? 15 വരും. ഓക്കെ, 30 ഇൻറ്റു 8 240 വരും. ഇനി ഇതെത്രയാ? 15നെ 2 കൊണ്ട് ഹരിച്ചാൽ 7.5 അല്ലേ. അപ്പോൾ 7.5ഉം 11ഉം കൂടെ ഗുണിക്കുക, ഒരു 5 5 വരും, ഒരു 7 7, ഒരു 5 5, ഒരു 7 7, 5 82.5 വരും. എത്രയാണ്? 82.5 വരും. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ 240ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? 82.5 മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 0 ഉണ്ട്, 0 എന്ന് 5 മൈനസ് ചെയ്താൽ 5 വരും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ 9 ആയിരിക്കും അല്ലേ. 9ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 7 വരും. ഇവിടെ 3 ആയിരിക്കും, കുറയ്ക്കാൻ പറ്റില്ല, 13 എടുത്തു. 13ലേക്ക് എത്രയാണ്? 5 ആണ് അല്ലേ. ഇവിടെ ബാക്കി 1 ഉണ്ടാവും. 157.5 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. 157.5 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ?
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഗുണിക്കാനും ഹരിക്കാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആൻസറിൽ എത്താൻ പറ്റുന്നതാണ്. ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പ്രതിബിംബത്തിൻ്റെ ചോദ്യങ്ങളും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ക്ലോക്കിൽ വരാം. അപ്പോൾ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ കോണളവ് കാണുന്നതാണ്. ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, കോണളവ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. എച്ച് എന്ന് പറഞ്ഞാൽ മണിക്കൂർ, എം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, മിനിറ്റും ആണ്. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു അലമാര വാങ്ങിയപ്പോൾ 8% കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. അലമാരയുടെ പരസ്യവില എത്രയാണെന്നാണ് ചോദ്യം. അതായത് ഒരു അലമാര വാങ്ങി, ആ അലമാരയുടെ വില എക്സ് ആയിരുന്നു. എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടില്ല അല്ലേ. അതിൽ എത്ര ശതമാനം കിഴിവ് കിട്ടി? 8% കിഴിവാണ്. നമ്മളെപ്പോഴും ശതമാനം എന്തിലാണ് പറയുക? 100ലാണ് പറയുക അല്ലേ. നമ്മൾ ശതമാനം എപ്പോഴും എന്താ പറയുക? 100ലല്ലേ. അപ്പോൾ 8% കിഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? അലമാരയുടെ ശരിയായ 100ൽ നിന്ന് 8 കുറയ്ക്കുക. അപ്പം എത്ര കിട്ടും? 92/100. അതാണ് 8% കിഴിവെന്ന് പറയുന്നത്. അപ്പം എന്താണ് സംഭവിച്ചത്? അതിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ 960 രൂപ എന്താണ് കുറഞ്ഞിട്ടാണ് കിട്ടിയത്. പരസ്യവിലയേക്കാൾ 960 രൂപ കുറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ക്ലിയർ ആണല്ലോ? ആദ്യം നമ്മൾ എഴുതിയത് ഏതാണ്? ആദ്യം നമ്മൾ എഴുതിയെന്ന് പറഞ്ഞാൽ ഒരു അലമാരയുടെ വാങ്ങിയപ്പോൾ 8% കിഴിവ്. അപ്പോൾ എക്സിൻ്റെ 92/100. അപ്പോൾ എന്താ സംഭവിച്ചത്? യഥാർത്ഥ വിലയെങ്കിൽ പരസ്യവിലയേക്കാൾ 960 രൂപ കുറഞ്ഞിട്ടാണ് കിട്ടിയത്. ഇനി ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ്? 92x അല്ലേ. ഈ 100ന് ഓപ്പോസിറ്റ് കൊണ്ടുപോകുന്നു. 100ന് ഓപ്പോസിറ്റ് കൊണ്ടുപോകുമ്പോൾ ഇവിടെ x - 960 ഉണ്ട്, ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, x - 960 ഇൻറ്റു 100. അപ്പം 100 ബ്രാക്കറ്റിനുള്ളിലേക്ക് ഗുണിക്കുക. അപ്പം എന്ത് വരും? 100x - 960 2 0യും 96,000 കിട്ടും. ഇനി ഈ 92നെ അങ്ങോട്ട് കൊണ്ടുപോവുക, ഇതിനെ ഓപ്പോസിറ്റ് കൊണ്ടുവരിക. അപ്പം നമ്മളെ എന്തായി? 100xൻ്റെ അടുത്തേക്ക് ഏത് പോവും? 92x വരും. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പോസിറ്റ് വരുമ്പോൾ അതിൻ്റെ സൈന് മാറും. സൈന് മാറിയിട്ട് എന്തായിട്ട് മാറും? 96,000 എന്ന് വരും. ഓക്കെ, 100x 92x കുറച്ചാൽ എത്ര വരും? 8x = 96,000 വരും. ഇനി x എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? x = 96,000 / 8 എന്ന് വരും. ഓക്കെ, 1 8 8 വരും, 2 8 16 3 0യും. അപ്പം നമ്മുടെ എക്സിൻ്റെ വാല്യൂ, അതായത് പരസ്യവില എത്ര രൂപയാണ്? ഓപ്ഷൻ ഡി ആണ്, 12,000 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മൈലാണ് എന്നാണ്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മൈലാണ്? 0.621 മൈലാണ് എന്ത്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. LPSC UPSC എക്സാമുകൾക്ക് എത്ര മാർക്കിനാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്? മാത്സിൻ്റെ 15 മാർക്കിനാണ് അല്ലേ. പെഡഗോഗി ക്വസ്റ്റ്യൻ 1 2 ക്വസ്റ്റ്യൻസ് ഒക്കെ പെഡഗോഗി ഏരിയയിൽ നിന്ന് വരാറുള്ളൂ. ബാക്കിയൊക്കെ ഏത് തന്നെയാണ്? പ്രോബ്ലം ഏരിയ തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഈ മോഡൽ LPക്ക് തന്നെ ഈ ഒരു മോഡലൊക്കെ തന്നെയാണ് വരുന്നത് അല്ലേ. ഡയറക്റ്റ് ചോദ്യങ്ങൾ കുറവാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് പല ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കോമ്പറ്റീഷൻ കൂടി വരികയാണ് അല്ലേ. എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും LPUP കയറണം. അതായത് ഒരുപാട് വേക്കൻസി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാമാണ് ഇത് LPSC UPSC എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇത് കോമ്പറ്റീഷൻ അല്ലേ. കേട്ടിട്ട് പോലെ ഒരു ക്വാളിഫയിങ് എക്സാം അല്ല, കോമ്പറ്റീറ്റീവ് എക്സാമാണ്. അതിൽ നമ്മൾ ഒരു മാർക്ക് നമ്മൾ കൂടി അത്രയും റാങ്ക് ഞങ്ങളുടെ മുകളിൽ വരും. അപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, അപ്പം ഇവിടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ LPSC UPSCയുടെ സ്പാർക്ക് എച്ച് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് റിസൾട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ പഠിക്കുന്നുണ്ട്. സ്പാർക്ക് എച്ച് ബാച്ചിൻ്റെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അതിൻ്റെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടായി. അപ്പോൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ആയിട്ട് ഇതുപോലെ നമുക്ക് UPSCയുടെയും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്